സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം സ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ലോകാരയാധ്യനും വിശ്വഗുരുവുമായ ശ്രീ നാരായണ ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഗുരുദർശന വേദിയിലെ മുഖ്യ ആചാര്യൻ പൂജ്യ മുക്താനന്ദ യതിജിക്കും കൃതികളുടെ മാതൃകാലാപനം അതിമധുരമായി ആലപിച്ച് തരുന്ന സ്വാമിനി ചിന്മജിക്കും ഗുരുദർശന പഠനവേദിയിലെ ബഹുമാന്യരായ പ്രഭാഷണത്തിന് അവലോകനം നടത്തി തരുന്ന എല്ലാ സഹോദരങ്ങൾക്കും പഠിതാക്കളായ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ അഡ്മിൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനനി നവരത്ന മഞ്ജരിയുടെ പ്രഭാഷണമാണല്ലോ. നാം നമ്മളെ ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. തനിയെ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടാകും. ഒരു വായിച്ചറിവാണ് നിങ്ങൾക്ക് കഴിക്കാൻ 3 നേരം ഭക്ഷണവും, ഇടാൻ ആവശ്യത്തിന് വസ്ത്രങ്ങളും, തലചായ്ക്കാൻ ഒരു കൂരയും, സ്നേഹിക്കാൻ നല്ലൊരു കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഒരു വലിയ ധനികനാണ്. പലർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രം. പിടിച്ചു മേടിക്കുന്നതിലും സമാധാനം കൊടുക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യർക്ക് മാത്രമല്ല പ്രാധാന്യം, നമ്മുടെ ചുറ്റുമുള്ള ജീവികളെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കുക, അതിനെ പരിപാലിക്കുക, മനസ്സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ ജീവിത വിജയം. ആ വാക്കിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. നല്ല ആരോഗ്യം, സന്തോഷകരമായ കുടുംബ പശ്ചാത്തലം, ആവശ്യത്തിനുള്ള സാമ്പത്തികം, നല്ല കരിയർ, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലേ മനസ്സമാധാനം കിട്ടും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മനസ്സമാധാനം നമ്മുടെ കൂടെ കാണും. ഇനി ഞാനൊരു ചെറിയ കഥ വായിച്ചത് പറയുവാണ്. ഒരു അച്ഛൻ ഒരു വീടിൻ്റെ മുറ്റത്തെ ഒരു തൈ കൊണ്ടുവന്ന് വെച്ചു. അത് വെച്ച അച്ഛൻ ഞാവൽപ്പഴമാണെന്ന് പറഞ്ഞാണ് അത് വെച്ചത്. തൈ അല്പം വളർന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ഞാവൽപ്പഴം ഒന്നും ആണെന്ന് തോന്നുന്നില്ല, ഇല കണ്ടിട്ട് റംബൂട്ടാനാണെന്ന് തോന്നുന്നു. ഇത് കേട്ട് ചേച്ചി പറഞ്ഞു, ഏയ് ഇത് സബർജല്ലി അല്ല. വീട്ടിലെ ഇളയ മകൻ ആ മരത്തിൻ്റെ ഇലയെടുത്ത് കടിച്ചിട്ട് പറഞ്ഞു, ഇതിന് ഭയങ്കര ചവർപ്പാണ്, ഇതൊരു പാഴ്മരമാണെന്നാണ് തോന്നുന്നത്, വെട്ടിക്കളയച്ച. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം അതവിടെ തന്നെ നിൽക്കട്ടെ എന്നതായിരുന്നു. ചില നാളുകൾ പിന്നിട്ടു. മരത്തിന് വലിപ്പം വെച്ചു. അതോടെ രാത്രിയിൽ പക്ഷികൾ ചേക്കാറാൻ തുടങ്ങി. പകൽ വെയിലുള്ളപ്പോൾ എല്ലാവരും അതിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് ഇളം കാറ്റേറ്റ് തണൽ കൊണ്ട് കഥ പറഞ്ഞ് നേരം പോക്കാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ദേ നമ്മുടെ മരം കായ്ച്ചു. പക്ഷേ എന്നിട്ടും ആ മരം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കായ്കൾ പഴുത്തു. രുചികരമായ പനിനീർ ചാമ്പയ്ക്ക. അന്ന് ആ വൈകുന്നേരം ആ വീട്ടിലെ ഇളയ മകൻ മരത്തോട് ചോദിച്ചു, ഞങ്ങൾ നിന്നെ എന്തൊക്കെ പറഞ്ഞു? ഞാൻ നിന്നെ വെട്ടിക്കളയാൻ വരെ പറഞ്ഞു, എന്നിട്ട് നീ തളർന്നു പോകാഞ്ഞത് എന്താണ്? മരം പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് തണൽ തന്നു, കിളികൾക്ക് താമസിക്കാൻ ഇടം നൽകി. അന്ന് എനിക്ക് ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ കഴിയില്ലായിരുന്നു. എൻ്റെ ഫലം പുറത്തു വരുന്നതുവരെ ഞാൻ കാത്തിരുന്നു. പക്ഷേ എനിക്ക് എന്നെ അറിയാമല്ലോ. അയാൾ മരത്തിനെ ചുറ്റിപ്പിടിച്ചു. നമ്മെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് കേട്ട് എന്തിന് തളരുന്നു?
മറുപടി പറയാനോ പോകേണ്ടതില്ല. നമ്മിൽ തന്നെ വിശ്വാസം സമർപ്പിക്കുക. നാമായി തന്നെ തുടരുക. നമ്മുടെ ലക്ഷ്യങ്ങളിൽ മുന്നോട്ട് തന്നെ പോവുക. ഇനി ഞാൻ പദ്യത്തിലേക്ക് കടക്കാം. ആരായുകിൽ തിരകൾ നീരായിടുന്നു പണി, നാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകമോരായിലുണ്ട് അഖിലവും. വേരായ നിൻകഴലിലാരാധനം തരണമാരാലതിനൊരു വരം. നേരായി വന്നിടുക വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനീ. നമുക്ക് വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. ആരായുകിൽ എന്ന് പറഞ്ഞാൽ അമ്മേ ചിന്തിച്ചു നോക്കിയ തിരകൾ നീരായിടുന്നു. തിര എന്ന് നാം വിളിച്ചു പോരുന്നത് എന്താണ്? വെള്ളം മാത്രം. ഫണി നാരായിടുന്നു, കയറുണ്ടെന്ന് തോന്നുന്ന പാമ്പ് വെറും കയറ് മാത്രം. കുടവും പാരായിടുന്നു, കുടവുമായിരിക്കുന്നു മണ്ണ് തന്നെയാണ്, അതിന് നേരായിടുന്നു. ഈ ഉദാഹരണങ്ങൾക്ക് തുല്യമാണ്. ഉലകം, ഈ ദൃശ്യമായ ലോകത്തിന്റെ ഉണ്മയും അത് സത്യമായിരിക്കുന്ന അറിവിൽ നിന്നും വേറായിരിക്കുന്നില്ല, നീ തന്നെയാണ്. പോരായികിൽ സത്യം കണ്ടറിയാത്തിടത്തോളം കാലം അഖിലവുമുണ്ട്, ഈ ലോകവും എല്ലാം ഉള്ളത് തന്നെയാണെന്ന് തോന്നും. ഹേ രാജയോഗ യജനനി, രാജയോഗത്തിന് ജനനിയായിട്ടുള്ളവളെ. വേരായ സകലതിനും ആദിമൂലമായിരിക്കുന്ന നിൻകഴലിൽ, നിന്റെ പാദത്തിൽ, ആരാധനം എന്ന് പറഞ്ഞ ആരാധന, ആരാൽ ഏറ്റവും അടുത്ത് വന്നിരുന്നേ, തരണം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊരു വരം, ഈ ആരാധന അർപ്പിക്കുന്നതിന് നീ ലഭ്യമായി തീരുന്ന ഒരു വരം. ആരാൽ തരണം, നീ ഉടനെ തരണം. നേരായി വന്നിടുക, അത്യാകാംക്ഷയോടിരിക്കുന്ന എൻ്റെ നേരെ വന്ന് അനുഗ്രഹിക്കുക. വേറാരുമില്ല ഗതി, നിന്നെ പ്രാപിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യം എനിക്കില്ല. നിന്നെ പ്രാപിക്കുന്നതിന് നീയല്ലാതെ ഒരു മാർഗവുമില്ല. ഇനി നമ്മൾ അതിൻ്റെ വാച്യാർത്ഥത്തിലേക്ക് പോകാം. സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു ജലാശയത്തിൽ ഉണ്ടാകുന്ന തിരമാലകൾ ജലത്തിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ലെന്ന് കാണാൻ കഴിയും. മങ്ങിയ വെളിച്ചത്തിൽ കയറുണ്ടെന്ന് തോന്നുന്ന പാമ്പ് കയറു തന്നെയാണെന്ന് കാണാനും കഴിയും. മണ്ണുകൊണ്ടുണ്ടാക്കി വെച്ചിരുന്ന കുടം മുതലായ പാത്രങ്ങളിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ലെന്നും കാണാം. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയും ഇത് തന്നെ. പരമകാരണമായ പരബ്രഹ്മ വസ്തുവിൽ നിന്നും പ്രപഞ്ചം ഭിന്നമേ അല്ല. ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് വെവ്വേറെയാണെന്ന് തോന്നും. ബ്രഹ്മസ്വരൂപത്തെ ഇങ്ങനെ അനേകം കാര്യരൂപങ്ങളാക്കി തോന്നിപ്പിക്കുന്ന ശക്തി സ്വരൂപിണിയായ അമ്മേ, നിന്റെ പാദങ്ങളിൽ എനിക്കതിരിച്ച ഭക്തിയുണ്ടാകാൻ ഉടനെ അനുഗ്രഹിക്കണം. മനസ്സിനെ ധ്വംസിച്ച് സത്യസ്വരൂപത്തെ വെളിപ്പെടുത്തി തരാൻ കഴിവുള്ളവളാണല്ലോ അമ്മേ. ഒരു പദാർത്ഥത്തെ വേണ്ടവണ്ണം അറിയുക എന്ന് പറഞ്ഞാൽ അതിന് രൂപം കൊടുത്ത കാരണത്തെ അറിയുകയാണെന്ന് അർത്ഥം. കാരണത്തെ അറിഞ്ഞാൽ കാര്യത്തെ അറിഞ്ഞതായി. കാര്യങ്ങളായി കാണപ്പെടുന്നവയൊന്നും തന്നെ കാരണത്തിൽ നിന്നും ഭിന്നങ്ങളാകാൻ പറ്റുകയില്ല. രണ്ടു തരം കാര്യകാര്യഭാവങ്ങളാണ് ലോകത്ത് പ്രധാനമായും കാണുന്നത്. കാരണം തൻ്റെ തൽക്കാല രൂപം ഉപേക്ഷിച്ച് ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നതാണ് പ്രധാനമായും കാണുന്നത് കാരണഭാവം. ഇതിനെ പരിണാമം എന്ന് പറയും. വിത്തിൽ നിന്ന് വൃക്ഷവും പാലിൽ നിന്ന് തൈരുമൊക്കെ ഉണ്ടാകുന്ന പരിണാമമാണ്. മണ്ണിൽ നിന്ന് പാത്രങ്ങളും സ്വർണത്തിൽ നിന്ന് ആഭരണവും ഉണ്ടാകുന്നതും പരിണാമമാണ്. ചിന്തിച്ചു നോക്കിയാൽ അവ ഭിന്നമെന്ന് പറയാൻ പറ്റുമോ? പുറമേ കാണുന്ന വൃക്ഷത്തിന്റെ എല്ലാ അംശവും വിത്തിൽ ഉണ്ടായിരിക്കുന്നതല്ലേ. വിത്തിൽ ഇല്ലായിരുന്ന എന്തെങ്കിലും വൃക്ഷത്തിൽ പുതുതായി കാണപ്പെടുന്നുവെന്ന് പറയാമോ? ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ വൃക്ഷം മുഴുവൻ വിത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. പാലിനും തൈരിനും ഭേദമില്ലെന്ന് പറയാൻ പറ്റുമോ?
പാലിലുണ്ടായിരുന്ന തൈരാണോ ഇല്ലാതിരുന്ന തൈരാണോ പുറത്തേക്ക് വന്നത്? തൈര് പാലിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തേക്ക് വരുമ്പോൾ ഭിന്ന പദാർത്ഥമായി ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണോ? ഇനി പാലിൽ നേരത്തെ തന്നെ തൈരില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നതൊന്നും പുതുതായി ഉണ്ടാകാൻ പറ്റുകയില്ലെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എല്ലാ രാസവികാര പരിണാമങ്ങളും ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. ചുരുക്കത്തിൽ അത്യന്തം ഭിന്നങ്ങളെന്ന് തോന്നുന്ന കാര്യകാരണങ്ങളിൽ പോലും കാരണത്തിന്റെ മുൻകൂട്ടി തന്നെ ഇല്ലാതിരുന്ന യാതൊന്നും കാര്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല. വെള്ളം തിരയായി മാറുന്നിടത്തും സ്വർണവും മണ്ണും യഥാക്രമം പാത്രങ്ങളും ആഭരണങ്ങളുമായി മാറുന്നിടത്തും കാര്യകാരണങ്ങളിൽ ഭിന്നമല്ലെന്ന് പ്രത്യക്ഷവുമാണ്. കാരണത്തിൽ നിന്നും രൂപങ്ങളുണ്ടായി മറയുകയും ചെയ്യുന്നു, മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാനും ശങ്കര ഭഗവത്പാദരും കാരണത്തിൽ നിന്നും ഭിന്നമായ കാര്യമേയില്ലെന്ന് സംശയാതീതമായി സമർത്ഥിച്ചിട്ട് ബ്രഹ്മസൂത്രം 2-ാം അധ്യായത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നത് 100 വർഷം കഠിനയത്നം ചെയ്താൽ പോലും കാരണത്തിൽ നിന്നും ഭിന്നമായ കാര്യമുണ്ടെന്ന് സമർത്ഥിക്കാൻ കഴിയുകയില്ല. കാരണം ചലിച്ച് വികാരപ്പെട്ട കാര്യമായി തീരുന്നത് പരിണാമം. കാരണത്തിന് ചലനമോ വികാരമോ ഉണ്ടാകാത്തത് തന്നെ കാര്യമുണ്ടെന്ന് തോന്നുന്നതാണ് വിവർത്തം. മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുന്ന കയറിനെ അകലെ നിന്ന് നോക്കുമ്പോൾ പാമ്പായി ഭ്രമിക്കുന്നു. പാമ്പുണ്ടായി കാണുന്നുണ്ടെങ്കിലും കയറിന് ചലനമോ വികാരമോ സംഭവിക്കുന്നില്ല. കയറു തന്നെയാണ് പാമ്പായി കാണപ്പെടുന്നത്. അപ്പോൾ വിവർത്തന പ്രക്രിയയും കാരണത്തിൽ നിന്നും ഭിന്നമായ ഒരു കാര്യം ഉണ്ടാകുന്നുവെന്ന് പറയാൻ വയ്യ. നിർവികാരവും അചഞ്ചലുമായ ബ്രഹ്മസത്തയിൽ മായ കാര്യരൂപം ഉണ്ടാക്കി കാണിക്കുന്നു. ഈ വിധമാണ് വിവർത്ത പ്രക്രിയയിൽ 3 ഘടകങ്ങൾ വ്യക്തമായി കാണാം. കാര്യം ഉണ്ടെന്ന് തോന്നുന്ന അധിഷ്ഠാനം, കാര്യത്തെ കാണുന്ന സങ്കല്പം, കാര്യരൂപം, ഇവയാണ് ഘടകങ്ങൾ. കയറിൽ സർപ്പത്തെ കാണുമ്പോൾ കയർ അധിഷ്ഠാനം, കാണുന്നയാളിന്റെ സർപ്പസങ്കല്പം, കാണപ്പെടുന്ന സർപ്പം എന്നിങ്ങനെ 3 ഘടകങ്ങളാണ്. പ്രപഞ്ച ദർശനത്തിലും ഇത് തന്നെ കഥ. പ്രപഞ്ചം പ്രതിഭാസിക്കുന്ന അധിഷ്ഠാനം ബ്രഹ്മസത്ത, അതിൽ കാണുന്നവന്റെ സങ്കല്പം പ്രപഞ്ചത്തെ ഉള്ളതായി കാണുന്നു. കയറിനെ കാണുന്ന മാത്രയിൽ പാമ്പ് ഇല്ലാതായിത്തീരുന്നു. ബ്രഹ്മസത്തയെ ദർശിക്കുന്ന മാത്രയിൽ പ്രപഞ്ചവും അതുപോലെ ഇല്ലാതായിത്തീരുന്നു. ഇവിടെ പരിണാമമായാലും വിവർത്തനമായാലും കാര്യകാര്യങ്ങളെ ഭേദമില്ലെന്ന വസ്തുത അവർ അവിതർക്കമായും തെളിയുന്നു. ഇക്കാര്യമാണ് മഹാഗുരു മനോഹരമായി ദൃഷ്ടാന്തങ്ങളിൽ കൂടി ഇങ്ങനെ ഉറപ്പിക്കുന്നു. ആരായുകിൽ തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ഇക്കാര്യം കൂടി കുറെ കൂടി സ്പഷ്ടമായി മഹാഗുരു ദർശനമാലയിൽ അപവാദ ദർശനത്തിൽ പറയുന്നത് നോക്കുക. അന്യന്യ കാരണാത് കാര്യം അസതേ തദോഖിലം അസത കഥമുത്പത്തി അനുത്പന്നസ്യ കോലയ. കാരണത്തിൽ നിന്നും ഭിന്നമായ കാര്യമേ ഇല്ല. ഭിന്നമെന്ന് തോന്നിക്കുന്ന നാമരൂപങ്ങളെല്ലാം ഇല്ലാത്തതെന്ന് തോന്നലുകളാണ്. ഇല്ലാത്തതുണ്ടാകുന്നില്ല, അവ ലയിക്കുന്നില്ല. ഉൽപ്പത്തി പ്രളയങ്ങൾ വെറും സങ്കല്പിതങ്ങളാണെന്ന് ഭാവം. അതുപോലെ നിത്യാതിനിത്യ വസ്തു വിവേകം ചെയ്ത് സത്യത്തെ അന്വേഷിക്കുന്ന ആൾക്ക് കാണപ്പെടുന്ന കാര്യരൂപങ്ങളുടെ മിഥ്യാർത്ഥം അചിരേണ വെളിപ്പെടുത്തുന്നതാണ്. ചിന്തിക്കാത്ത ഒരു വ്യക്തിക്ക് എല്ലാം ഉള്ളതായി തോന്നിയെന്ന് വരാം. ഇക്കാര്യമാണ് മഹാഗുരു ഓരായികിൽ ഉണ്ടഖിലം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. വിദ്യയെ സമാശ്രയിക്കാതെ സമത്വബോധമോ സത്യബോധമോ സാധ്യമല്ല. ജനിച്ചു മരിക്കുന്ന കാര്യരൂപങ്ങൾ മിഥ്യയാണെന്നറിയാം. അവയുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി പാഞ്ഞു നടക്കുന്നത് മരുഭൂവിലെ ജലം കുടിക്കാൻ പാഞ്ഞു നടക്കുന്നത് പോലെ വ്യർത്ഥമാണെന്നറിയാം. നശ്വരങ്ങളായ കാര്യരൂപങ്ങളുടെ പിന്നിൽ ശാശ്വതവും ആനന്ദനിധിയുമായ ഒരു സത്യമുണ്ടെന്നറിയണം. ഇത്രയുമായാൽ ആ സത്യത്തിൽ സർവാർപ്പണം ചെയ്തുകൊണ്ട് കാമസങ്കല്പങ്ങളെ ചുരുക്കി അഹന്തയെ വെടിഞ്ഞ് അവനവന്റെ ഉള്ളിൽ തന്നെ ആ സത്യത്തെ അന്വേഷിക്കുകയാണ് വിദ്യാ സമാശ്രയണം. ഈ വിദ്യയെ സമാശ്രയിക്കാൻ അപൂർവം ആളുകൾക്ക് മാത്രമേ സാധ്യമാവൂ. അധികം ആളുകളും അവിദ്യയിൽപ്പെട്ട് ഉഴലുന്നവരാണ്. മഹാഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് നോക്കുക. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം
സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പുണ്യവാന്മാർ പോലും സദാ അവിദ്യയുടെ പിടിയിൽപ്പെട്ടുഴന്നു. ജനന മരണവാദി വികാരങ്ങളിൽ നിന്നും മുക്തി നേടാൻ പരിശ്രമിക്കുന്നില്ല. കാമത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ നിശ്ചല സത്യം കരഗതമാവൂ. പ്രബലമായ ഈ അവിദ്യയെ ജയിക്കാൻ അനുഗ്രഹിക്കണമെന്നും ജനനിയോട് പ്രാർത്ഥിക്കുകയാണ് ഉത്തരാർത്ഥം കൊണ്ട് ചെയ്യുന്നത്. വിദ്യയെ സർവാത്മന സമാശ്രയിച്ചാൽ രാജയോഗ നേടിത്തരുന്നു. സങ്കല്പ നിരോധം കൊണ്ടുള്ള നേരിട്ടുള്ള ബ്രഹ്മപ്രാപ്തി രാജയോഗം. നാമരൂപങ്ങളോടുള്ള ദേവന്മാരെ ധ്യാനിച്ച് അവരുടെ സഹായം നേടി ബ്രഹ്മസത്യത്തോടു കൂടിയാണല്ലോ സഗുണോപാസന. മനസ്സിനെ നിഷ്കാമമായി സർവത്ര സമബുദ്ധിയോടെ സങ്കല്പങ്ങളെ നശിപ്പിച്ചാൽ ആനന്ദനിധിയായ ബ്രഹ്മസ്വരൂപത്തെ നേരിട്ട് അനുഭവിക്കുക. ഇതിനെ രാജയോഗം എന്ന് പറയുന്നു. ബ്രഹ്മവിദ്യാരൂപിണിയായ ജനനി ഇത് നേടിത്തരുന്നു. പതഞ്ജലി പറയുന്നത് പോലെ നോക്കുക. യോഗ നിശ്ചിത്ത വൃത്തി നിരോധ ചിത്തസങ്കല്പങ്ങളെ നിരോധിക്കുന്നതാണ് യോഗം. തഥാ ദൃഷ്ടു സ്വരൂപേവസ്ഥാനം. ചിത്തവൃത്തികൾ നിരോധിക്കപ്പെട്ടാൽ ബ്രഹ്മത്തെ സ്വയം അനാവൃതമായി തീരുന്നു. ഇടയ്ക്ക് ആരുടെയും സഹായം കൂടാതെ തന്നെ നേരിട്ട് ബ്രഹ്മപ്രാപ്തി കൈവരുത്തുന്നതുകൊണ്ട് ഇതിനെ രാജയോഗം എന്ന് പറയാം. വിദ്യ ഈ രാജയോഗ മാർഗം തെളിയിക്കുന്നു. അതുകൊണ്ടാണ് ഹേ രാജയോഗ ജനനി എന്ന് മഹാഗുരു സംബോധന ചെയ്തിരിക്കുന്നത്. കാരണവും കാര്യവും ഒന്നാണെന്ന് സമ്മതിക്കുക. അതുകൊണ്ട് കാര്യരൂപങ്ങളില്ലാത്തവയാണെന്ന് എങ്ങനെ സിദ്ധിക്കും? കാരണം ഉള്ളതെങ്കിൽ കാര്യവും ഉള്ളതായിരിക്കും. ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഈ സംശയങ്ങൾക്ക് യുക്തമായ ഉത്തരം പറയുകയാണ് മഹാഗുരു അടുത്ത ശ്ലോകത്തിൽ. പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. ഈ പ്രഭാഷണത്തിന് എനിക്ക് അവസരം തന്ന അഡ്മിൻസിനെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഈ പ്രഭാഷണം മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി അർപ്പിക്കുന്നു. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ